നമസ്കാരം. ഒരു മേയർക്ക് ഇത്രയൊക്കെ ആവേശം ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെ ആക്രോശിക്കാൻ ഇവരാരാണ്? ഇങ്ങനെ പൊതുജനം ചിന്തിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ അധികാരത്തിൻ്റെയോ ഹുങ്കിൽ കാണിച്ചാൽ ജനം തിരിച്ചു പ്രതികരിക്കുമെന്ന് മറന്നു പോകരുത്. ഏത് മേയറാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും. കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ വകയാണോ റോഡെന്ന് ആക്രോശിച്ചു കൊണ്ടുവന്ന മേയറുടെ ഒപ്പമുള്ള ആൾക്കാരെയും KSRTC ഡ്രൈവറിനെയും മോശമായി പെരുമാറിയത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും ഉൾപ്പെട്ട സംഘമാണെന്നും മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLA ഉൾപ്പെട്ട സംഘം മോശമായി പെരുമാറിയെന്ന് കുറ്റപ്പെടുത്തി KSRTCയുടെ ഡ്രൈവറായിട്ടുള്ള യദുകൃഷ്ണൻ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. നടുറോഡിലുണ്ടായ വാക്പോരിനെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു യദുകൃഷ്ണൻ. യദുവിൻ്റെ വാക്കുകൾ ഇടതുവശം ചേർന്ന് ഓവർടേക്ക് ചെയ്തത് മേയർ സഞ്ചരിച്ച കാറാണെന്നും മേയറും MLAയുമാണെന്ന് അറിയില്ലായിരുന്നുവെന്നും സർവീസ് തടസ്സപ്പെടുത്തിയതിനും മോശമായി പെരുമാറിയതിനും പോലീസിൽ നൽകിയ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും യദു പറയുന്നുണ്ട്. ഇടതുവശത്തുകൂടെ പോയാൽ എങ്ങനെ സൈഡ് കൊടുക്കുമെന്ന് യദു പ്രതികരിക്കുന്നു. പ്ലാമൂട് വൺവേയിലൂടെ വരുമ്പോൾ ബസ് പോകാനുള്ള വീതിയെ റോഡിനുള്ളൂ. അവിടെ കാറിനെ കടത്തിവിടാനുള്ള സ്ഥലമില്ല. തുടർന്ന് പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപം സ്വകാര്യ കാർ കുറുകയിട്ട് മേയറും സംഘവും ബസ് തടയുകയാണ്. കാറിൽ നിന്നും ചാടിയിറങ്ങിയ യുവാവ് നിന്റെ അച്ഛൻ്റെ വകയാണോ റോഡെന്ന് ആക്രോശിക്കുകയായിരുന്നുവെന്ന് യദു പറയുന്നു. കൂനിന്മേൽ കുരു പോലെ എവിടെ തൊട്ടാലും പൊള്ളുന്ന അവസ്ഥയിലേക്ക് KSRTC ജീവനക്കാരുടെ ജീവിതം മാറിക്കഴിഞ്ഞു. അതിൻ്റെ അവസാന ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരത്ത് പാളയത്ത് വെച്ച് നടന്നത്. നമ്മൾ കണ്ടതുമാണ്. റോഡിലോടുന്ന ഈ പാസഞ്ചർ വാഹനങ്ങൾ ഏറ്റവും വലുതാണ് KSRTC എന്ന ബോധം ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതല്ലേ? അതൊരു സാമാന്യ ബോധം മാത്രമല്ലേ? അറിവ് കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. അത് തലസ്ഥാന നഗരസഭയുടെ നാഥയുടെ കഴിഞ്ഞ ദിവസത്തെ നടുറോഡ് പെർഫോമൻസിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഉള്ളത് എന്ന് ചർച്ചകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം കൂടിയ ഭർത്താവായിട്ടുള്ള MLAയും ഒട്ടും മോശമല്ല എന്ന് പറയട്ടെ. ഔദ്യോഗിക വാഹനം പോലും അല്ലാത്ത ഒരു സ്വകാര്യ കാറിൽ സഞ്ചരിച്ച മേയറും ഭർത്താവും ഹോണടിച്ചിട്ടും മാറ്റാത്ത KSRTC ബസ്സിനെ ചേസ് ചെയ്ത് തടഞ്ഞിട്ടത് അത്ര കേമത്തരമൊന്നുമല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. കാരണം ഈ തലസ്ഥാന നഗരത്തിൻ്റെ നാഥയാണോ അതോ നാഥനില്ല നഗരത്തിലെ കുട്ടിയാണോ മേയർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാത്തത്. മര്യാദയ്ക്ക് ശമ്പളം പോലും കിട്ടാനില്ലാത്ത KSRTC ഇങ്ങനെയെങ്കിലും ഓടുന്നത് ഈ ജീവനക്കാരുടെ കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യം മേയർ കൊച്ചമ്മ മറന്നുപോകരുത്. സ്വകാര്യ കാറിലിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ആരാണ് എന്ന് അറിയുവാനുള്ള സാക്ഷരതയും ജീവനക്കാർക്കില്ലാതെ പോയി എന്ന് മറന്നുപോകരുത്. ഇനി KSRTC ജീവനക്കാരൻ്റെ അവസ്ഥ എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം കല്ലേറും കുരിശേറ്റവും കഴിഞ്ഞ് കുടുംബം പട്ടിണിയാകുമെന്നല്ലാതെ മറ്റെന്തായിരിക്കും ഈ KSRTCക്കാരന് സംഭവിക്കാൻ പോവുക? ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന് പറയുന്നത് പോലെയാണ് KSRTC ജീവനക്കാരുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയേണ്ടി വരും. സർക്കാരിനും സമൂഹത്തിനും ഒരു ഭാരമായവരെ പോലെയാണ് ഈ KSRTC ജീവനക്കാരെ കാണുന്നത് പോലും. കഴിഞ്ഞ ദിവസം നടന്നതിൻ്റെ ബ്ലൂ പ്രിൻ്റ് എല്ലാ ചാനലുകളും യൂട്യൂബ് വാർത്തകളിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ശ്രദ്ധേയമാണ്, എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്. ഔദ്യോഗിക വാഹനത്തിൽ നിയോ ലാമ്പും കത്തിച്ച് സൈറനും ഇട്ട് പോകുമ്പോഴല്ല മേയർ ആര്യ രാജേന്ദ്രന് സൈഡ് കൊടുക്കാതിരുന്നത് എന്ന് വ്യക്തമാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തായിരിക്കും? അതൊരു പൊറുക്കാനാവാത്ത തെറ്റാണ്. പക്ഷേ ഇങ്ങനെയല്ല മേയറുടെയും MLAയുടെയും വ്യക്തിപരമായിട്ടുള്ള യാത്രയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ യാത്ര, കഴിഞ്ഞ ദിവസത്തെ യാത്ര, കാറിൻ്റെ എയർ കണ്ടീഷനിൽ പാട്ടുമിട്ട് ആസ്വദിച്ചു വരുന്ന മേയർക്കോ MLAയ്ക്കോ ഈ KSRTCക്കാരൻ്റെ വലിയ വണ്ടിയുടെ വളയം പിടിക്കുന്ന ബുദ്ധിമുട്ട് ഒരിക്കലും മനസ്സിലാകില്ല എന്ന് കൂടി പറയട്ടെ. അതും ഈ കൊടും ചൂടിൽ, എഞ്ചിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും റോഡിൻ്റെയൊക്കെ ചൂടിൽ വെന്തുരുകിയാണ് ഓരോ KSRTC ഡ്രൈവർമാരും ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഡ്രൈവർമാരുടെ സീറ്റിൻ്റെ ഭാഗത്തെ ചൂട് എത്രയാണെന്ന് അളക്കാൻ പോലും കഴിയില്ല എന്ന് കൂടി സൂചിപ്പിക്കട്ടെ. അവിടെ ഇരുന്ന് ബസ് നിറയെ കയറുന്ന ഈ യാത്രക്കാരുമായി സമയക്രമത്തിൽ ഓടുന്ന KSRTC ജീവനക്കാരൻ്റെ മാനസികാവസ്ഥ അത് നിങ്ങൾക്ക് അളക്കാനുമാവില്ല എന്ന് പറയട്ടെ മേയർ കൊച്ചമ്മ. ചേസ് ചെയ്ത് പിടിച്ച ബസ്സിലെ ഡ്രൈവർ യദുവിനെ പൊതിരെ ശകാരിക്കുന്ന മേയറേയും MLA ആയിട്ടുള്ള ഭർത്താവിൻ്റെയൊക്കെ സ്റ്റാറ്റസാണോ ഇവിടുത്തെ പ്രധാന പ്രശ്നം? അതാണോ? കേസെടുത്തത് 354A വകുപ്പിട്ടാണ്. എന്ത് തെറ്റാണ് ആ KSRTC ഡ്രൈവർ ചെയ്തത്? എന്തിനു വേണ്ടിയാണ് കൃത്യനിർവഹണത്തിനിടെ അയാളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത്? എന്തിനാണ് അയാളുടെ ജോലി തെറിപ്പിക്കുമെന്ന് മേയറും ഭർത്താവായിട്ടുള്ള MLAയും ആക്രോശിച്ചത്?
സൈഡ് കൊടുക്കാൻ കഴിയാത്തതാണോ അതോ മനഃപൂർവ്വം സൈഡ് കൊടുക്കാത്തതാണോ എന്നതാണ് ഡ്രൈവറും മേയറും തമ്മിലുള്ള പ്രശ്നമായി ഉരുത്തിരിയുന്നത്. ഈ പ്രശ്നത്തെ മേയറും MLAയും എങ്ങനെയാണ് കണ്ടത് എന്ന് മനസ്സിലായി. ഇനി അവർ പ്രതിനിധീകരിക്കുന്ന സർക്കാരുണ്ട്. ആ സർക്കാരും പാർട്ടിയും എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. 2 ദിവസത്തിനൊക്കെ അത് അറിയുകയും ചെയ്യാം. പാവപ്പെട്ട ജീവനക്കാരൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഷോ കാണിച്ച മേയറെയും ഭർത്താവിനെയും പാർട്ടി ശാസിക്കുമോ എന്നതാണ് അറിയേണ്ടത്. അതറിയാനൊന്നുമില്ല. അതോ അധികാരത്തിൻ്റെ ഹുങ്കിൽ ഡ്രൈവറുടെ ജോലി തെറിച്ചു പോകുമോ, അതിനെ തെറിപ്പിക്കുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത്. ഇത് രണ്ടിൽ നടക്കാൻ പോകുന്ന ഒന്ന് മാത്രമാണ്. ഈ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി മാത്രം ഈ വളയം പിടിക്കുന്ന KSRTCയിലെ ഡ്രൈവറായിട്ടുള്ള പാവങ്ങളെ അവരുടെ ജോലി നഷ്ടപ്പെടുത്തുക എന്നത് മാത്രമായിരിക്കും ഇതിൽ നടക്കാൻ പോകുന്നത്. അല്ലാതെ വലിയേട്ടൻ മനോഭാവമുള്ള CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയും അതിൻ്റെ സർക്കാരും അതിൻ്റെ മുകളിലിരിക്കുന്ന ഉന്നത നേതാക്കളൊന്നും ഈ മേയർ കൊച്ചമ്മയെയോ അല്ലെങ്കിൽ ഈ പറയുന്ന MLA ആയിട്ടുള്ള ഭർത്താവിനെയൊന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒന്നും സംഭവിക്കാനും പോകുന്നില്ല അവർക്കൊന്നും. ഇങ്ങനെ ഈ ഷോ കാണിച്ചതിലൂടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത് ആരാണ്, ജോലി തടസ്സപ്പെടുത്തിയത് ആരാണ് എന്ന് മനസ്സിലാക്കുക. ചേസ് ചെയ്തൊരു KSRTC ബസ്സിനെ പിടിക്കുക, എന്നിട്ട് അതിൻ്റെ മുന്നിൽ നിന്ന് ഷോ കാണിക്കുക, തെറി വിളിക്കുക, അച്ഛൻ്റെ വകയാണോ റോഡെന്ന് ചോദിക്കുക, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്ന MLAയോ MLAയുടെ സഹപ്രവർത്തകരോ മേയറോ മേയറോടൊപ്പമുള്ളവരോ ആര് കാണിച്ചാലും തെണ്ടിത്തരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല, റോഡിൽ കുറുകെ പിടിച്ചിട്ട ബസ്സിൽ കയറി ബസ്സിനകത്തുള്ളവരെ ഈ ബസ്സിന് പോകത്തില്ല, എല്ലാവരും ഇറങ്ങിപ്പോകണമെന്ന് പറയുന്ന തരത്തിലേക്ക് ജോലി തടസ്സപ്പെടുത്തി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് എത്തിയത് മേയറിനോട് എന്ത് നടപടിയാണ് സർക്കാരിന് സ്വീകരിക്കാനുള്ളതെന്ന് സർക്കാർ പറയേണ്ടതുണ്ട്. മേയറുടെ അധികാരവും ഹുങ്കും MLAയുടെ അധികാരവും ഹുങ്കും പാവപ്പെട്ട ജനങ്ങളുടെ നെഞ്ചിലല്ല നടത്തേണ്ടത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇനിയും ഇങ്ങനെ ജനങ്ങളെ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ, അവരുടെ മുമ്പിൽ ഈ റോഡ് സൈഡിൽ വെച്ച് തന്നെയുള്ള ഇത്തരത്തിലുള്ള ഷോകൾ ഇനിയും നടത്തുകയാണെങ്കിൽ പൊങ്കാലയിടാൻ പോകുന്നത് നേതാക്കന്മാരുടെയും ഈ MLAയുടെയും ഈ മേയറിൻ്റെയൊക്കെ നെഞ്ചിലായിരിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്.